കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. ദ്രാസിലെ ടൈഗർ ഹിൽസ് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനിടെ 1999 ജൂലൈ 7 ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ശത്രുപക്ഷത്തിന്റെ വെടിയേറ്റത്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞുവെങ്കിലും തങ്ങളുടെ മനസ്സിൽ ജെറി ഇന്നും ജീവിക്കുന്നുവെന്ന് അമ്മ പറഞ്ഞു. ദ്രാസിലെ ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം വെങ്ങാനൂർ ചെല്ലാഭവനിൽ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനെ അത്ര വേഗം ആരും മറക്കില്ല. 1999 ജൂലൈ 7 ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ശത്രുപക്ഷത്തിന്റെ വെടിയേറ്റ് വീരമൃത്യു വരിക്കുന്നത്. ഗുരുതരമായി പരുക്കേറ്റിട്ടും ഭാരതമെന്ന വികാരം മാത്രമായിരുന്നു ആ മനസ്സിൽ. ശത്രു ബങ്കറുകൾ പൂർണ്ണമായും തകർത്ത ശേഷമാണ് ആ വീരയോദ്ധാവ് മരണത്തിന് കീഴടങ്ങിയത്. സ്നേഹിച്ചു തീരും മുന്നേ നഷ്ടമായെങ്കിലും മകനെ ഓർത്ത് അഭിമാനം മാത്രമാണ് അമ്മ ചെല്ലത്തായിക്ക്. ഇതിനു വേണ്ടി അവസാനം ഒരു എഴുത്തയച്ചിരുന്നു. അവിടെ നിന്ന് ജൂലൈ 5 നമുക്കിവിടെ കിട്ടി. അതിലെഴുതിയിരുന്നത്, അപ്പായും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കരുത്, നിങ്ങൾ അഭിമാനിക്കണം, ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് ഇത്രയും ഒരു സെൻറ്റൻസ് ആ എഴുത്തിലുണ്ടായിരുന്നു. ജൂലൈ 5 കിട്ടിയത്. ജൂലൈ 7 മരിക്കുന്നു. അപ്പോൾ ഈ എഴുത്ത് കിട്ടിയപ്പോഴേ ഞങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകണമെന്നുള്ളത് ഒരു വിഷമം തന്നെയായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാജ്യത്തിന് വേണ്ടി മരിച്ചെന്നാണ് അങ്ങനെ അഭിമാനിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു. ബിരുദം 1-ാം വർഷം പഠിക്കുമ്പോൾ വ്യോമസേനയിൽ ജോലി കിട്ടി. 6 വർഷത്തെ സർവീസിന് ശേഷം കരസേനയിൽ ഓഫീസർ. 1999 ഏപ്രിൽ 29 വിവാഹിതനായി. മധുവിധു ആഘോഷത്തിനിടെയാണ് ജൂൺ 20 യുദ്ധഭൂമിയിലേക്കെത്താൻ വിളി വന്നത്. കല്യാണം കഴിഞ്ഞ് 40 ദിവസം ഉണ്ടായിരുന്നു. ഏപ്രിൽ 22 കല്യാണം. മെയ് 23 അവിടെ നിന്ന് ഫോൺ വന്ന്, ജെറി ഉടനെ വരണം, റെജിമെൻറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞ് ഭാര്യയെ കൊണ്ടുവരണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങ് ഹണിമൂണിന് ഊട്ടിയിലായിരുന്നു പോയിരുന്നത് അപ്പോഴും. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വന്ന് ജൂൺ 3 ഇവിടെ നിന്ന് പോയി. നേരെ കാർഗിലാണ് പോയത്. പക്ഷെ നമുക്കതൊന്നും അറിഞ്ഞുകൂടാ. അവിടെ ചെന്നിട്ട് 1-2 ലെറ്ററൊക്കെ അയച്ച് ഫോൺ വിളിക്കുമ്പോൾ പറയും, എല്ലാം എനിക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്, വിഷമമൊന്നുമില്ല, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ അവിടുത്തെ സ്ഥിതി എന്തെന്നൊന്നും അറിഞ്ഞില്ല. അവസാനം ഈ കത്ത് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. രാജ്യത്തിനായി ജീവൻ നൽകിയ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് വീർചക്ര ബഹുമതി നൽകിയാണ് ഭാരതം ആദരിച്ചത്. ആ വീർചക്ര ഇപ്പോഴും നെഞ്ചോട് ചേർക്കുകയാണ് അമ്മ ചെല്ലത്തായി. ജനം, തിരുവനന്തപുരം.